ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് +1 എക്കണോമിക്സിൽ കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക, നല്ല രീതിയിൽ തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. റെഡിയല്ലേ? നമുക്കൊട്ടും സമയം കളയണ്ട. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് ഡേറ്റ വാല്യൂ ഇൻ എ സീരീസ്. അതായത് ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവ്ഡ് ഡേറ്റ, ആ ഒരു വാല്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേര് മോഡ് എന്നാണ്. മോഡ് എഴുതിയവർക്ക് അതിൻ്റെ 1 മാർക്ക് കിട്ടും കേട്ടോ. മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് ഡേറ്റ വാല്യൂ ഇൻ എ സീരീസ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം മോഡാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. സക്സസർ ഓഫ് ഗാട്ട്, അതായത് ഗാട്ടിന് ശേഷം വന്നിട്ടുള്ളത് എന്താണ്? അതിൻ്റെ ശരിയായ ആൻസർ WTO ആണ്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, റെഡിയല്ലേ? ഇനി അടുത്ത ചോദ്യം. ക്ലാസ് മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് 200, 300. മിഡ് വാല്യൂ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കാം? നമ്മൾ ലോവസ്റ്റ് ക്ലാസ്സും അതേപോലെ തന്നെ അപ്പർ ക്ലാസ്സും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 200ഉം 300ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 500. അപ്പോൾ 500 ഡിവൈഡ് ബൈ 2 എത്രയാണ്? ദാറ്റ് ഈസ് 250. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മിഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? അതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 250. ക്ലിയർ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു പ്രൈവറ്റൈസേഷൻ? അതായത് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക്കിലുള്ള ഷെയർസ്, പബ്ലിക് കമ്പനികളുടെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറുടെ ഷെയർസ് എന്തിലോട്ട് കൊടുക്കുകയാണ്? പ്രൈവറ്റ് സെക്ടറിലോട്ട് സെല്ല് ചെയ്യാണ്. അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുക. അതാണ് പ്രൈവറ്റൈസേഷനിൽ വരുന്ന ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദെയർ പഞ്ചായത്ത്. ഈ പഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഇങ്ങനെ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്പേഷ്യൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. അത് എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും, കറക്റ്റ് മാർക്കും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. മീഡിയൻ ഓഫ് സീരീസ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിട്ടുള്ളൊരു ഡേറ്റ സെറ്റിന് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ മിഡിൽ മോസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നതാണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതി വയ്ക്കാലോ. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലോട്ട് എഴുതുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ 2, 3, പിന്നെ 4, പിന്നെ 7, 8 അങ്ങനെ എഴുതിയപ്പോൾ ഏറ്റവും മിഡിൽ മോസ്റ്റിൽ വന്നത് ഏതാ? 4 അല്ലേ? അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ അല്ലേ? ഇതെല്ലാം നിങ്ങൾ ശരിയായിട്ട് തന്നെ എഴുതണം കേട്ടോ, വളരെ സിമ്പിളാണ്. ഇനി ഏഴാമത്തെ ചോദ്യം. വിച്ച് വൺ ഈസ് എ ഫീച്ചർ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൂടുതലും തൊഴിലാളികളുണ്ടാവും. ലേബർ ഇൻറ്റൻസീവ് ആയിട്ടായിരിക്കും അവിടെ വർക്ക് നടക്കുക. കാരണം അവർക്ക് ക്യാപിറ്റൽ ആയാലും ടെക്നോളജി ആയാലും ഒക്കെ തന്നെ കുറവായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റും കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട്, തൊഴിലാളികളെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്കിംഗ് ആയിരിക്കും നടക്കുക. അപ്പോൾ ലേബർ ഇൻറ്റൻസീവാണ് ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു വൺ ഓഫ് ദ ഫീച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ചോദ്യം. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഡാഷ്. ഈ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ, പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ടേം. ക്ലിയർ അല്ലേ? അപ്പോൾ മിൽക്കാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും കിട്ടും. അടുത്ത ചോദ്യം. വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ICMR. ഇതും
ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. ദ കോൺസെപ്റ്റ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് പോവേർട്ടി ഇൻ ഇന്ത്യ. അതിന് ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയായിരുന്നു 10 ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഈ ഒരു സെഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും 8 എണ്ണം എഴുതിയാൽ മതി, 2 എണ്ണം സ്കിപ്പ് ചെയ്യാം കേട്ടോ. സ്കിപ്പ് ചെയ്തത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ക്ലിയർ അല്ലേ?